വിചാരണയിലെ ഉൾവിളികൾ. ക്രിസ്തുദേവൻ്റെ വിചാരണ. കാലത്തെ രണ്ടാക്കി വെട്ടിമുറിച്ചുകൊണ്ടും അതേസമയം തന്നെ വിളക്കിച്ചേർത്തുകൊണ്ടും നിലകൊള്ളുന്ന നസ്രേത്തുകാരനും യഹൂദകുലജാതനുമായ യേശുക്രിസ്തുവിനെ സ്പർശിക്കാത്ത ഒരു ചരിത്രവുമില്ല. കാലിത്തൊഴുത്തിൽ പിറന്ന് മുക്കുവരെ ഉറ്റമിത്രങ്ങളാക്കി കഴുതപ്പുറത്ത് രാജാവായി എഴുന്നള്ളി യജമാനായിരിക്കെ ദാസന്റെ കാൽ കഴുകി പാപിയായ സ്ത്രീയെ പരസ്യവിചാരണ വഴി ശിക്ഷാർഹയല്ലാതാക്കി രൂപാന്തരപ്പെടുത്തി വിധവയുടെ ചില്ലിക്കാശിൽ മൂല്യം കണ്ടെത്തി വിപ്ലവം പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു കാണിച്ചു തന്ന ആ സ്നേഹനിധിക്ക് ലോകം പകരം നൽകിയതോ അവഹേളനത്തിൻ്റെ മുൾക്കിരീടവും നിഷ്ഠൂരമായ ക്രൂശുമരണവും. 2000 വർഷത്തോളം മുമ്പ് നടന്ന ആ നഗ്നമായ കൊടുംപാതകത്തിൻ്റെ ഓർമ്മയ്ക്കായി ലോകത്തെമ്പാടും ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു വരുന്നു. വേദനാജനകമായ ആ കുറ്റവിചാരണയുടെ വിലയിരുത്തലിന് അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളിലേക്ക് ഒരു എത്തിനോട്ടം ആവശ്യമാണ്. ദൈവജനമായ ഇസ്രായേലിയരുടെ ചരിത്രം ഉയർച്ചയും താഴ്ചയും ഇടകലർന്നതാണ്. ഇസ്രായേൽ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഒരു കാലം. അന്നത്തെ റോമാ ഗവർണർ പീലാത്തോസും അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാകട്ടെ കൈസരിയയും. ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ റോമാ ഗവർണർക്കേ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിലെ ഒരു പ്രദേശമായ ഗലീലിയയിലെ ഭരണം നടത്തി വന്നത് ഹേറോദ് അന്തിപ്പാസ് ആയിരുന്നു. യേശുവിനെ സ്നാനം കഴിപ്പിച്ച സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം നടത്തിയത് ഹേറോദ് അന്തിപ്പാസിൻ്റെ കൽപ്പനപ്രകാരമാണ്. ഈ സംഭവത്തെ തുടർന്ന് പീലാത്തോസിന് ഹേറോദ് അന്തിപ്പാസിനോട് അതൃപ്തി തോന്നിയതായി കരുതപ്പെടുന്നു. ഇസ്രായേലിൽ മതപരമായ കാര്യങ്ങളിൽ അധികാരം കൈയാളിയിരുന്നത് 70-ൽ പരം അംഗങ്ങളുള്ള സൻഹദ്രീം സംഘമാണ്. സംഘത്തിൻ്റെ അധ്യക്ഷൻ മഹാപുരോഹിതനും. മതപരമായ കാര്യങ്ങളുടെ വിചാരണ നടത്താനും കുറ്റക്കാരെ ശിക്ഷിക്കാനും സംഘത്തിന് അധികാരമുണ്ട്. പക്ഷേ സൻഹദ്രീം സംഘം ഒരുവന് വധശിക്ഷ കൽപ്പിച്ചാലും അത് നടപ്പിൽ വരുത്തുന്നതിന് മുമ്പായി റോമാ ഭരണകൂടത്തിൻ്റെ അംഗീകാരം വാങ്ങിയിരിക്കണം. മഹാപുരോഹിതനായിരുന്ന ഹന്നയുടെ മരുമകനായ കയ്യാഫാവ് മഹാപുരോഹിതനായി വാഴുന്ന കാലം. പെസഹ പെരുന്നാളിന് വലിയ ആൾത്തിരക്കുണ്ടാകുമെന്നതുകൊണ്ട് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താൻ പീലാത്തോസ് തൻ്റെ താൽക്കാലികവാസം ജെറുസലേമിലേക്ക് മാറ്റിയിരുന്ന സമയത്താണ് യേശുവിൻ്റെ വിചാരണ നടക്കുന്നത്. അനേകകാലമായി പാടിപ്പതിഞ്ഞ സമ്പ്രദായങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും പ്രാമാണ്യത്തിൻ്റെയും ഒക്കെ പൊള്ളത്തരം സാധാരണക്കാരന് മനസ്സിലാകുന്ന ഉപമകൾ വഴി ലളിതമായ ഭാഷയിൽ ആ മനുഷ്യസ്നേഹി തുറന്നു കാണിച്ചു. പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും സംഭാഷണ ചടുലതയും കൂസലില്ലായ്മയും ധൈര്യവും സ്നേഹവും വാത്സല്യവും നിഷ്കളങ്കതയും എളിമയും എന്നുവേണ്ട എല്ലാ സൽഗുണങ്ങളും നിറഞ്ഞു തുളുമ്പി നിന്ന ആ അദ്ഭുത മനുഷ്യനെ സാധാരണക്കാർ കൂട്ടായി അംഗീകരിച്ച് ആദരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും യഹൂദ പ്രമാണിമാർ അങ്കലാപ്പിലായി. ആശയപരമായി യേശുവിനെ തോൽപ്പിക്കുക സാധ്യമല്ലെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. ശത്രുവിനെ നിശബ്ദനാക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് യഹൂദ പ്രമാണികൾ ഉറച്ചു. ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് യേശുവിനെതിരെ ദൈവദൂഷണവും രാജ്യദ്രോഹവും ആരോപിച്ചുകൊണ്ട് യഹൂദ പ്രമാണികൾ മറനീക്കി രംഗത്തേക്ക് വരുന്നത്. കയ്യാഫായുടെ അധ്യക്ഷതയിലുള്ള സന്നിഹദ്രീം സംഘം മതപരമായ കുറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ളതാകയാൽ അതിനെ ന്യായപ്രമാണ കോടതിയെന്നും വിളിച്ചു വന്നു. യേശു ദൈവപുത്രനെന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നു എന്നും ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പ്രഖ്യാപിച്ചു എന്നുമായിരുന്നു ദൈവദൂഷണ സംബന്ധമായ ആരോപണങ്ങൾ. യേശു സ്വയം ദേവാലയം പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ടാണ് കള്ളസാക്ഷികളെ കൊണ്ട് ന്യായപ്രമാണ കോടതിയിൽ മൊഴി കൊടുപ്പിച്ചത്. അങ്ങനെ യേശുവിനെ ദേവാലയ വിധ്വംസകനാക്കി തീർക്കാനായിരുന്നു എതിരാളികളുടെ ശ്രമം. യേശു പറഞ്ഞതിൻ്റെ പൊരുൾ തൻ്റെ ക്രൂശുമരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പറ്റിയായിരുന്നുവെങ്കിലും അന്ന് ആർക്കും തന്നെ അത്രയും മനസ്സിലാക്കാൻ മാത്രം വിവേകമില്ലാതെ പോയത് ഒരു കുറ്റമായി കണക്കാക്കാൻ വിഷമമാണ്. എന്നാൽ അത് യേശു പറഞ്ഞതിൻ്റെ വാക്യാർത്ഥം മാറ്റിപ്പറയാനുള്ള ഒരു അനുവാദമായിട്ട് എണ്ണാവുന്നതല്ല. യേശു ദേവാലയം പൊളിക്കുമെന്ന് ഒരിക്കലും ഒരിടത്ത് വെച്ചും പറഞ്ഞിട്ടില്ല. ദേവാലയം പൊളിക്കുന്ന കൃത്യം യഹൂദന്മാർക്കുള്ളതായിട്ടാണ് യേശു പറഞ്ഞതിൻ്റെ വ്യക്തവും ലളിതവുമായ വാക്യാർത്ഥം. അടുത്ത കുറ്റാരോപണത്തെ സംബന്ധിച്ച് മഹാപുരോഹിതൻ നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്നൊരു ചോദ്യം ഉന്നയിച്ചു. ഞാൻ ആകുന്നു എന്ന് യേശു അതിന് മറുപടിയും കൊടുത്തു. അതുമാത്രമായിരുന്നു ആ ചോദ്യത്തിനുള്ള സത്യസന്ധമായ ഏക ഉത്തരവും. ഈ മറുപടിയിൽ ഭയങ്കര ദൈവദൂഷണം കണ്ടെത്തിയ കയ്യാഫ പ്രതിഷേധ സൂചകമായി തൻ്റെ വസ്ത്രം കീറി ഇനി സാക്ഷികൾ എന്തിനെന്നൊരു ജൽപ്പനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞു. യേശു മരണയോഗ്യൻ എന്ന് പുരുഷാരം പ്രതികരിച്ചു. മരണശിക്ഷാവിധിക്കുള്ള അധികാരം റോമാ ഗവർണർക്കാകയാൽ ജെറുസലേമിൽ താൽക്കാലിക താവളം ഉറപ്പിച്ചിരുന്ന പീലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിനെ ഹാജരാക്കി. റോമാ ഗവർണറായ പീലാത്തോസ് യഹൂദനായിരുന്നില്ല.
ദൈവദൂഷണം മുതലായ മതപരമായ കുറ്റാരോപണങ്ങളിൽ വിജാതീയനായ പീലാത്തോസിന് വലിയ താല്പര്യമുണ്ടാകില്ലെന്ന് ധരിച്ച യഹൂദ പ്രമാണിമാർ അവിടെ വെച്ച് ഉന്നയിച്ചത് പ്രധാനമായും രാജ്യദ്രോഹമായിരുന്നു. ആ കുറ്റാരോപണങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. റോമാ ചക്രവർത്തിക്ക് തലവരിപ്പണം കൊടുക്കുന്നതിനെതിരെ പ്രചാരണം നടത്തുന്നു. മിശിഹായാണെന്ന് പറഞ്ഞ് ജനത്തെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ജനത്തെ വഞ്ചിക്കുന്നു. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ യേശുവിൻ്റെ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പീലാത്തോസ് ശ്രമിച്ചു നോക്കി. ഒരുവനെ വധിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്നായി യഹൂദ പ്രമാണികളും അവരുടെ ശിങ്കിടികളും. അങ്ങനെ വിചാരണ നടത്താൻ പീലാത്തോസ് നിർബന്ധിതനായി. കുറ്റാരോപണങ്ങൾ പരിശോധിച്ചതിൽ കുറ്റമൊന്നും ചെയ്തതായി കാണാത്തതിനാൽ താൻ യേശുവിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്നൊരു പ്രസ്താവന പീലാത്തോസ് നടത്തി. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശുവിൻ്റെ നിരപരാധിത്വം വിളിച്ചോതുന്ന അധികാര ശബ്ദമായിരുന്നു അത്. ന്യായാസനം നടത്തിയ വിധിയായിരുന്നു. സാധാരണഗതിയിൽ ആ കേസ് അപ്പോൾ തന്നെ അവിടെ വെച്ച് ഒരടഞ്ഞ അധ്യായമായി തീരേണ്ടതായിരുന്നു. എന്നാൽ ജനം പീലാത്തോസിൻ്റെ തീരുമാനത്തിനെതിരായി പ്രതിഷേധമുയർത്തി. ന്യായാധിപൻ്റെ മനസ്സിൽ ഭീരുത്വം നാമ്പെടുക്കാൻ അത് കാരണമായി. ജനവികാരം മാനിച്ച് അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ അല്പം അയവ് വരുത്തി. വീണ്ടും പീലാത്തോസ് ഉത്തരവാദിത്വത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞുമാറിക്കൊണ്ട് യേശുവിനെ ഗലീലിയയിലെ രാജാവായ ഹെറോദ് അന്തിപ്പാസിൻ്റെ അടുത്തേക്ക് അയച്ചു നോക്കി. പക്ഷേ പീലാത്തോസിൻ്റെ ലക്ഷ്യം അതുകൊണ്ടും സാധിച്ചില്ല. അന്തിപ്പാസ് ആകട്ടെ രാജാവിന് മാത്രം അവകാശപ്പെട്ട കുപ്പായം നിന്ദാസൂചകമായി അണിയിച്ച് യേശുവിനെ പീലാത്തോസിൻ്റെ സന്നിധിയിലേക്ക് തന്നെ മടക്കി അയച്ചു. ഈ ചരിത്രമുഹൂർത്തത്തിൻ്റെ വാലായി പീലാത്തോസും ഹെറോദ് അന്തിപ്പാസും സ്നേഹിതരുമായി. അങ്ങനെ വീണ്ടും യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ തന്നെ വന്നുപെട്ടു. യേശു നിരപരാധിയാണെന്ന കാര്യത്തിൽ പീലാത്തോസിന് ലവലേശം സംശയമില്ലായിരുന്നുവെങ്കിലും പൊതുജനാഭിപ്രായത്തിന് എതിര് നിൽക്കാനുള്ള തൻ്റെ ഇടം അദ്ദേഹത്തിനില്ലാതെ പോയി. പൊതുജനാഭിപ്രായം യേശുവിനെതിരില്ലാതാക്കി തീർത്തിട്ട് വെറുതെ വിടാനായിരുന്നു അദ്ദേഹം പണിപ്പെട്ടത് മുഴുവൻ. അക്കാര്യം നടപ്പില്ലെന്ന് വന്നപ്പോൾ വധശിക്ഷയെങ്കിലും ഒഴിവാക്കാനായി അടുത്ത ശ്രമം. ആ ഉദ്യമത്തിൽ മരണയോഗ്യമായതൊന്നും യേശു ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കാമെന്നും പീലാത്തോസ് തീരുമാനം തിരുത്തി പറഞ്ഞു. ഇതിനിടെ മറ്റൊരു വിശേഷമുണ്ടായി. പീലാത്തോസിൻ്റെ പത്നി ഭൃത്യൻ വഴി യേശു നീതിമാനാണെന്നും അതുകൊണ്ട് ഉപദ്രവിക്കരുതെന്നും ഒരു ദൂത് പീലാത്തോസിൻ്റെ അടുത്തെത്തിച്ചു. അതും പീലാത്തോസിൻ്റെ ചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. കഠിനമായ ദേഹോപദ്രവമേറ്റ് അവശനായ മുൾക്കിരീടധാരിയായ യേശുവിനെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ പൂമേനിയിൽ രക്തമൊലിച്ചു നിന്നിരുന്നു. ഈ ദയനീയാവസ്ഥ കാണുമ്പോഴെങ്കിലും യഹൂദരുടെ മനസ്സലിയുമെന്നായിരുന്നു പീലാത്തോസിൻ്റെ കണക്കുകൂട്ടൽ. അദ്ദേഹത്തിന് അവിടെയും തെറ്റുപറ്റുകയാണ്. പെസഹ പെരുന്നാളിന് ജനഹിതപ്രകാരം ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ പഴുതിൽ കൂടിയെങ്കിലും യേശുവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നൊരു അന്തിമ ശ്രമവും പീലാത്തോസ് നടത്തി നോക്കാതിരുന്നില്ല. എന്നാൽ പ്രമാണിമാരും അവരുടെ ആജ്ഞാനുവർത്തികളുമായി സന്നിഹിതരായിരുന്നവർ കുപ്രസിദ്ധ കുറ്റവാളിയായ ബറാബാസിൻ്റെ മോചനത്തിനു വേണ്ടിയാണ് ആർത്തു വിളിച്ചത്. അതിലും പീലാത്തോസ് തോൽക്കുകയാണ്. ഒടുവിൽ യഹൂദ പ്രമാണിമാരുടെയും ആശ്രിതരുടെയും ഇംഗിതത്തിന് വഴങ്ങി നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ആ ദുഷ്ടന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ നീതിമാനായ യേശുവിൻ്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് പീലാത്തോസ് കൈ കഴുകി സ്വയം ശുദ്ധി വരുത്താനൊരു ശ്രമവും നടത്തുന്നുണ്ട്. ആത്മസംഘർഷത്തിൻ്റെ ബാഹ്യപ്രകടനമെന്നോ കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുന്നവൻ്റെ ഒരാത്മരക്ഷാശ്രമമെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആ രംഗം എത്രയോ വികാരനിർഭരമായിരുന്നിരിക്കും. കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറി. പെരുന്നാൾ സമാനമായി ബറാബാസ് സ്വതന്ത്രനാക്കപ്പെടുന്നു. സത്യത്തിൻ്റെയും നീതിയുടെയും ആൾരൂപമായ യേശു ക്രൂശിക്കപ്പെടുന്നു. യേശുവിൻ്റെ ഇടത്തും വലത്തുമായി ഓരോ ദുഷ്കർമ്മികളെയും ക്രൂശിച്ചുകൊണ്ട് മരണത്തിൽ പോലും ആ പാപരഹിതനെ നിന്ദിച്ച രംഗം വായിച്ചറിയുമ്പോൾ പോലും ഏതു കഠിനഹൃദയൻ്റെയും കണ്ണ് നനഞ്ഞു പോകും. അങ്ങനെ പൂർണ്ണ മനുഷ്യനായ യേശു ഐഹിക കണക്ക് പ്രകാരം 33-ാം വയസ്സിൽ ഗ്വാഗുൽത്താ മലയിൽ ക്രൂശുമരണം വരിച്ചു. പീലാത്തോസിൻ്റെ അശാന്തി കൂടി വന്നു. യേശുവിൻ്റെ മൃതദേഹം വിട്ടുകിട്ടാൻ അരിമത്യക്കാരനായ യൗസേഫ് സമീപിക്കുമ്പോഴേക്കും പീലാത്തോസ് മാനസികമായി തളർന്നു കഴിഞ്ഞിരുന്നു. മുൻ പരിചയക്കാരല്ലാത്ത അവർ ഒന്നിച്ച് കരഞ്ഞുപോയതായും അവരുടെ കണ്ണുനീർ തറയിൽ വീണ് കിടന്നിരുന്ന യേശുവിൻ്റെ രക്തത്തുള്ളികൾക്കുമേൽ പതിച്ചതായും പറയുന്നു. ഒടുവിൽ സമയമെല്ലാം തെറ്റിയാണെങ്കിലും ആ പാതകിയും യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് റോമാ ചക്രവർത്തിയായ തിബോറിയോസ് കൈസർക്ക് അയച്ചതായും ചരിത്രരേഖയുണ്ടത്രേ. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദയും വിധികർത്താവായ പീലാത്തോസും ആത്മഹത്യ ചെയ്ത് ജീവനൊടുക്കിയതായിട്ടാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഒരു ന്യായാധിപൻ്റെ പരമപ്രധാനമായ കൂറ് നിയമത്തോടും നീതിയോടുമായിരിക്കണമെന്നാണല്ലോ വെപ്പ്. നിയമത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പരമാവധി നീതി നിർവഹണം നടത്തുന്നവനാണ് മാന്യൻ.
യേശു നിയമദൃഷ്ട്യാ നിരപരാധിയായിരിക്കുകയും ആ സത്യം അനായാസേന ബോധ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് പീലാത്തോസിന് മുമ്പിൽ നിയമത്തിനും കോടതിക്കും സാമാന്യ മര്യാദയ്ക്കും നിരക്കുന്ന ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: നിരപരാധിയെ വെറുതെ വിടുക. പീലാത്തോസിന്റെ വഴിതെറ്റിയുള്ള തീരുമാനത്തെ ന്യായീകരിക്കാൻ ഒരു കാരണവും മതിയായി വരുന്നില്ല. ഒഴിവ് കഴിവുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. ജനഹിതം ഇവിടെ പ്രസക്തമേയല്ല. എങ്കിലും ജനം കൂട്ടമായി ചെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ഭീഷണി കലർന്ന സ്വരത്തിൽ സംസാരിക്കാൻ അവസരമുണ്ടാകുന്നത് നിയമവാഴ്ചയ്ക്ക് ഭീഷണി തന്നെയാണ്. ആ ഭീഷണിക്ക് വശംവദനായി അധർമ്മത്തിന് അനുകൂലമായി സാവധാനം വളഞ്ഞുകൊടുക്കുകയായിരുന്നു പീലാത്തോസ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് തെരുവിൽ റൗഡി വിളയാട്ടം സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. കുറച്ചധികം പേരെ കൂട്ടാൻ സാധിച്ചാൽ ജനവികാരത്തിൻ്റെ പ്രതിഫലനമെന്ന വ്യാജ ലേബലും അവകാശപ്പെടാനാകും. ജനസംഖ്യയിലെ വളരെ ചെറിയ ശതമാനം മാത്രം ഒന്നിച്ചു കൂടിയാൽ തന്നെ വലിയ കൂട്ടവും കൊഴുപ്പുമായി. ഒരു ജനഹിത പരിശോധന രഹസ്യ ബാലറ്റ് വഴി നടത്തിയിരുന്നുവെങ്കിൽ ദേശവാസികളിൽ ബഹുഭൂരിപക്ഷവും യേശുവിനെ ശിക്ഷിക്കുന്നതിനെതിരായി വോട്ട് ചെയ്യുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നീതിക്കും നിയമത്തിനും യഥാർത്ഥ ജനഹിതത്തിനുമെതിരായി പാപം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ദൈവപുത്രനെ ബലിയർപ്പിക്കുകയായിരുന്നു. എന്നിട്ടും രോഷം മുറ്റിയ തോറ്റംപാട്ടിൻ്റെ സ്ഥാനത്ത് സ്നേഹഗീതം പാടിക്കൊണ്ട് മരണമൊഴിയുടെ ഭാവഗതികൾ വരെ യേശു തിരുത്തിക്കുറിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ചരിത്രം ശ്രവിച്ച അവിസ്മരണീയ മരണമൊഴി. ആ സ്വരം സ്നേഹത്തിൻ്റെ ലോകത്തു നിന്നും ആപേക്ഷികതയുടെ അളവുകൾ എടുത്ത് ദൂരത്തെറിഞ്ഞു കളഞ്ഞു. നിയമവിധേയമെന്ന് വരുത്തി തീർത്ത നരഹത്യയായിരുന്നു യഥാർത്ഥത്തിൽ അരങ്ങേറിയത്. അമാനുഷ്യൻ്റെ മാനുഷിക റോൾ അവിടെ തീരുകയാണ്. എന്നാൽ ദൈവഹിതം അവിടം കൊണ്ട് നിർത്താനാകുമായിരുന്നില്ല. മറിച്ച് ഒരു തുടക്കം കുറിക്കാനായിരുന്നു. അത് വേറെ വിഷയം. യേശുവിൻ്റെ രക്തം വീണ് കുതിർന്ന ജെറുസലേം നഗരത്തിനും നിത്യമരണമില്ല. 10 തവണ നശിപ്പിക്കപ്പെട്ടിട്ടും പുനർജനിക്കുന്നു. യൂദാസ് പാപത്തിലേക്ക് ചെന്നു ചാടിയതാണ്. പീലാത്തോസാകട്ടെ പരീക്ഷയിൽ പരാജയപ്പെട്ടവനാണ്. യൂദ ചെയ്തത് ചാരവൃത്തിയാണെങ്കിൽ പീലാത്തോസിൻ്റെ കഥ നട്ടെല്ലില്ലാതെ പോയതാണ്. യൂദ വിശ്വാസവഞ്ചകനാണെങ്കിൽ പീലാത്തോസ് ആത്മവഞ്ചകനാണ്. താരതമ്യ പഠനത്തിൽ യൂദയുടെ പാപം പീലാത്തോസിൻ്റേതിനേക്കാൾ കഠിനമെന്ന് വരുന്നു. യേശു തമ്പുരാൻ തന്നെയും അപ്രകാരമൊരു വിലയിരുത്തൽ നടത്തിയല്ലോ. ക്രിസ്തു പഠിപ്പിച്ച ഹ്രസ്വവും അർത്ഥസമ്പൂർണവുമായ പ്രാർത്ഥനയിലെ ഒരു പ്രധാന അപേക്ഷ തന്നെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്നാണല്ലോ. പരീക്ഷയെ അതിജീവിക്കാനുള്ള മാനുഷിക ബലഹീനത കൊണ്ടാകുമല്ലോ അങ്ങനെ ഒരു പ്രാർത്ഥന അവിടുന്ന് ഉരുവിട്ട് തന്നത്. കാലദേശങ്ങളുടെ അതിരുകളില്ലാതെ ആ പ്രാർത്ഥന അന്നും ഇന്നും എന്നും പ്രസക്തമല്ലോ.